ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൗദി പ്രവാസികൾക്കുള്ളൊരു വീഡിയോ ആണ്. സൗദിയിൽ അബ്ഷിറിനെ കുറിച്ചുള്ള ചെറിയ ഒരു ഇൻഫർമേഷൻ. അതായത് നമ്മുടെ പല സുഹൃത്തുക്കളും എന്നെ കാണുമ്പോഴും ചോദിക്കാറുണ്ട്, അതല്ലാതെ മെസ്സേജുകളിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്. നിങ്ങൾ കിയോസ്കിൽ പോയി അബ്ഷിർ രജിസ്റ്റർ ചെയ്തു, അതിനുശേഷം പാസ്വേഡ് മൊബൈലിൽ വന്നു, പക്ഷേ ആ പാസ്വേഡ് വെച്ചിട്ട് നമ്മുടെ മൊബൈലിലെ അബ്ഷിർ ആപ്പ് ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ആവുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം, നിങ്ങൾ നേരിട്ട് ലഭിക്കുന്ന ആ ഒരു പാസ്വേഡ്, യൂസർ നെയിം നിങ്ങളുടെ ഇക്കാമ നമ്പർ ആയിരിക്കും, അത് വെച്ചിട്ട് നേരിട്ട് നമ്മുടെ അബ്ഷിറിൻ്റെ ആപ്പിൽ ലോഗിൻ ചെയ്താൽ അത് ലോഗിൻ ആവില്ല. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ വെബ് ബ്രൗസർ, ഗൂഗിൾ ക്രോം പോലത്തെ ഏതെങ്കിലും വെബ് ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൽ moi.യുടെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. തുടർന്ന് അതിൽ അബ്ഷിർ ലോഗിൻ ചെയ്യുക. ആ ലോഗിൻ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ ഇക്കാമ നമ്പറും നിങ്ങളുടെ മൊബൈലിൽ ലഭിച്ച പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. തുടർന്ന് നമ്മൾ നേരെ എത്തിപ്പെടുന്നത് ഒരു പുതിയ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു പേജിലായിരിക്കും. അവിടെ നിങ്ങൾ നിങ്ങളുടെ പേരോ നിങ്ങളുടെ മക്കളുടെ പേരോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക. മുൻപ് ആരും എടുക്കാത്തൊരു യൂസർ നെയിം ആയിരിക്കണം. അതിനുശേഷം ഒരു പാസ്വേഡിലും ന്യൂമറിക്കും ആൽഫബറ്റും പാടെ മിക്സ് ആയിട്ടുള്ള നമ്പറും അക്ഷരവും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പറും കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്താൽ മൊബൈലിലേക്ക് OTP വരും. അത് എൻ്റർ ചെയ്തിട്ട് സക്സസ് ആയിട്ട് ലോഗൗട്ട് ആവും നിങ്ങൾ. പിന്നീട് ആ ഒരു യൂസറും പാസ്വേഡുമാണ് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ആ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് അബ്ഷിറിൽ ലോഗിൻ ചെയ്യാം. യൂസർ നെയിമായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം ആവണമെന്നില്ല, നിങ്ങൾ ഇക്കാമ നമ്പർ കൊടുത്താലും മതി. പാസ്വേഡ് നിങ്ങൾ ആ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് യൂസ് ചെയ്താൽ മാത്രമേ അബ്ഷിർ ആപ്പിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് ആ ഒരു പ്രോസസ്സിംഗ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനു മുമ്പായി ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അബ്ഷിർ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്ന ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ ചെയ്യുക, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് മൊബൈലിൽ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് moi.യുടെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൽ അബ്ഷിർ ലോഗിൻ ചെയ്യുക. അവിടെ നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് യൂസർ നെയിമായിട്ട് നിങ്ങളുടെ ഇക്കാമ നമ്പർ കൊടുക്കുക. അതിന് താഴെയായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ലഭിച്ച പാസ്വേഡും കൊടുത്ത് താഴെ കാണുന്ന നമ്പർ എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ OTP വരും. ആ OTP കൊടുത്ത് ലോഗിൻ ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഈ ഒരു പേജിലായിരിക്കും നിങ്ങൾ എത്തിപ്പെടുക നേരിട്ട്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂസർ നെയിമും യൂസർ ID ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു യൂസർ ID, അത് മുൻപ് ആരും എടുക്കാത്തൊരു യൂസർ ID ആയിരിക്കണം. അതിന് താഴെയായിട്ട് ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് മിനിമം 8 അക്കങ്ങൾ വേണം. അതിൽ നിങ്ങൾ ഇതുപോലെ ആൽഫബറ്റും നമ്പറും മിക്സായിട്ട്, ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ കാണിച്ചു തരികയാണ്, ഇതുപോലെ ചെയ്യുക. ഓക്കെ. അതിന് താഴെ നിങ്ങൾ എൻ്റർ ചെയ്ത ആ പാസ്വേഡും ഒന്നുകൂടെ എൻ്റർ ചെയ്യുക. മിനിമം 8 ക്യാരക്ടർ വേണം. അതിന് താഴെ ഇമെയിൽ വേണമെങ്കിൽ കൊടുക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് നിങ്ങളുടെ ഇക്കാമ നമ്പർ ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഓക്കെ എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾ ഇതിന്ന് ഒന്ന് ലോഗൗട്ട് ചെയ്യുക. മേളിലൊന്ന് ലോഗൗട്ട് ചെയ്യുക. വീണ്ടും ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു പാസ്വേഡും യൂസർ നെയിമും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. യൂസർ നെയിം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആവണമെന്നില്ല, നിങ്ങൾ ഇക്കാമ നമ്പർ കൊടുത്താലും മതി. എന്നിട്ടൊന്ന് ലോഗിൻ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലെ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. അപ്പോൾ അബ്ഷിറിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സൗദിയിലുള്ള പ്രവാസികൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു ഇൻഫർമേഷനുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.